ഇതാണ് കേട്ടോ ഞങ്ങൾ ചക്ക ഇടാൻ ഉപയോഗിച്ച തോട്ടി ഇതാണ്. അപ്പം ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു ഇല്ലിത്തോട്ടിയാണ്. ഈ തോട്ടിയിൽ കൂടി ഷോക്ക് അടിക്കുമെന്ന് ഈ വീഡിയോ കാണുന്ന ആരും ചിന്തിക്കുന്നുണ്ടാവില്ല. അപ്പം 1 മീറ്റർ അല്ലെങ്കിൽ 1.5 മീറ്റർ അളവിൽ ഇതിൻ്റെ കാന്തിക ശക്തി ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. എത്ര ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു അവബോധമുണ്ട്? ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ തീർച്ചയായിട്ടും എനിക്കുള്ളിൽ സങ്കടമുണ്ട്. ആ ഒരു കാഴ്ച ആരെയും ഞെട്ടിത്തെറിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഞാൻ കണ്ടത്. അപ്പം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്, എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് എനിക്ക് പറ്റുന്ന പോലെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയായിട്ട് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ വീടിൻ്റെ സമയത്തൂടെ റോഡരികിൽ കൂടി കടന്നു പോകുന്ന ലൈൻ കമ്പികളാണിത്. 11 kV കമ്പിയാണ് ഏറ്റവും മുകളിൽ കാണുന്നത്. താഴേക്ക് അല്ലാത്ത സാധാ കമ്പികളുമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ സമീപത്തൂടെ ഇങ്ങനെ മരങ്ങളുടെയൊക്കെ അടുത്തുകൂടിയാണ് പോകുന്നത്. ഇത് നമ്മൾ എപ്പോഴും കാണുന്നൊരു കാഴ്ചയാണ്. പക്ഷേ ഇത് ഇത്രയ്ക്കും അപകടകരമായ ഒരു കാര്യമാണെന്ന് നമ്മൾ ഒരു നിമിഷം തിരിച്ചറിഞ്ഞ ദൂരെ കാണുന്ന ഒരു പ്ലാവ്, ആ പ്ലാവിൽ നിന്നാണ് എൻ്റെ ഹസ്ബൻഡ് ചക്ക ഇട്ടത്. ആ പ്ലാവിൻ്റെ അടുത്തും ഇതുപോലെ ഒരു പോസ്റ്റുണ്ട്. മുകളിൽ പോകുന്ന 11 kV നിന്നാണ് നമുക്ക് ഷോക്ക് അടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം അവിടെ ഒരു കമ്പൊക്കെ ഇപ്പം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ആ കമ്പിൽ നിന്നാണ് ചക്ക ഇടാൻ ശ്രമിച്ചത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് വളരെ അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലിൻ്റെ കഥയും അതുപോലെ തന്നെ ജനങ്ങൾക്ക് അറിവില്ലാതെ നമ്മൾ ചെയ്ത ഒരു കാര്യം, തെറ്റല്ല എന്ന് വിചാരിച്ച് ചെയ്ത ഒരു കാര്യം, അതെങ്ങനെ സംഭവിച്ചു, എന്താണ് സാധാരണ ജനങ്ങൾക്ക് അറിയാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ഞങ്ങൾ വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. അത് ഒരു അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ തുടക്കം ഇവിടെയാണ്. ഞങ്ങളിവിടെ ഇരുന്നൊരു ചക്ക വെട്ടി, അവിടെയാണ് കഥ തുടങ്ങിയത്. ചക്ക വെട്ടി ഇന്ന് ഈ കഥ ഞാൻ പറയാൻ എന്നെ ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം തന്നെയാണ്. ഇപ്പോൾ ഒരു 10 ദിവസമായി. അത് ഇപ്പോൾ ഓർക്കുമ്പം പോലും നമുക്ക് ഞെട്ടൽ മാറാത്തൊരു സംഭവമാണ്. ഞങ്ങളിവിടെ ഇരുന്നൊരു ചക്ക വെട്ടി. അപ്പം നമ്മുടെ ഈ തൊട്ടടുത്ത് തന്നെയാണ് ചക്ക. മുറ്റത്തുനിന്ന് പറിച്ചു ചക്ക വെട്ടി. ഒരു ചക്ക വെട്ടിയിട്ടെന്നാൽ ഒരു ചക്കയും കൂടെ പറിക്കാം. അത് നമ്മുടെ ഒരു സമയം എന്ന് പറയാം, ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയാം. ആ ചക്ക മൂപ്പ് കുറവാണ്. അപ്പോൾ ആ ചക്കയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്തൊരു ചക്കയും കൂടെ പറിക്കാമെന്നുള്ള പദ്ധതിയോടെ എൻ്റെ ഹസ്ബൻഡ് ഒരു ചക്ക ഇടാൻ വേണ്ടി പോയി. എനിക്ക് നിങ്ങളോട് ഈ അനുഭവം പറയുമ്പം എനിക്ക് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ സന്തോഷം കൊണ്ട് ചിരിക്കണോ, ആ അനുഭവം കൊണ്ട് സങ്കടപ്പെടണോ, ഇതൊന്നും എനിക്കറിയില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ തന്നെയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഒരു ചക്ക ഇടാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് പോവുകയാണ്. അപ്പം നമ്മൾ ഉപയോഗിച്ചൊരു തോട്ടി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്നാണ് ആദ്യം ചക്ക ഇട്ട് രണ്ടാമത്തെ ചക്ക പറിക്കാമെന്ന് വിചാരിച്ചു. ആ തോട്ടി ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് ആ തോട്ടി. ഈ തോട്ടി കൊണ്ടാണ് ചക്ക പറിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഇത് നല്ല ഇല്ലി, നമ്മുടെ ഇവിടെ പറമ്പിലുള്ള മോങ്കി എന്ന് പറയുന്നൊരു സംഭവമാണ്. ഇല്ലി പോലെ തന്നെ ഇത്രയും ഉണക്കത്തോട്ടിയാണ്. ഇതിന് ഒരു വിള്ളലോ നോക്കിയാൽ ഇത് കുറച്ചിപ്പോൾ ഒരു പൂപ്പൽ പോലെ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. അത് കുറച്ച് ദിവസമായി നമ്മൾ ഉപയോഗിക്കാതെ ഇരുന്നിട്ടാണ്. വിള്ളലോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ തോട്ടിയും കൊണ്ട് ചക്ക ഇടാൻ പോയ എൻ്റെ ഹസ്ബൻഡിന് 11 kV ഇതിൽ നിന്ന് ഷോക്ക് അടിച്ചു എന്ന് പറഞ്ഞാൽ അത് വളരെ അപകടകരമായ രീതിയിൽ മരിച്ചു പോയിട്ട് ജീവിച്ചു വന്ന ഒരവസ്ഥയിലേക്ക് ഷോക്ക് അടിച്ചു എന്ന് പറഞ്ഞാൽ അത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യം തന്നെയാണ്. ഞങ്ങൾക്കും അതറിയില്ലായിരുന്നു. ആ സംഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതാ ഇവിടെയാണ് നമ്മുടെ കമ്പിയേൽ മുട്ടിയത്. അപ്പോൾ നമുക്ക് കാണാം തോട്ടിയിൽ അരിവ കെട്ടിയിട്ടുണ്ട്. ആ അരിവ അന്ന് കെട്ടിയത് തന്നെയാണ്. അറ്റത്താണ് അരിവ ഉള്ളത്. അരിവ 11 kV മുട്ടിയിട്ടില്ല. കാരണം ഞാൻ റോട്ടിൽ നിന്ന്, ഞാനിപ്പം ആദ്യം കാണിച്ച റോഡുണ്ടല്ലോ, ആ റോട്ടിൽ നിന്നാണ് ഞാൻ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. ആ റോഡിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് ഞാനിത് സംഭവം കണ്ടുകൊണ്ട് നിന്നിരുന്നു. അപ്പോൾ തോട്ടിയുടെ ഇവിടമാണ് 11 kV വലിച്ചടുപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഇവിടം കത്തിയിട്ടുണ്ട്. ഇത് സാധാരണ നമുക്ക് മഴക്കാലത്ത് ബോധവൽക്കരണം ഉണ്ടാകുന്നുണ്ട്. ഇലക്ട്രിസിറ്റിയുടെ ബോർഡിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വാട്സപ്പ് സന്ദേശങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ കൂടെ, TV യിൽ കൂടെ ഒക്കെ ഉണ്ടാകാറുണ്ട്. എപ്പോഴും പറയുന്നൊരു കാര്യം, ഇരുമ്പുമായിട്ട് ചെല്ലരുത്. അതുപോലെ തന്നെ പൊട്ടി വെള്ളം കിടക്കുന്നിടത്തേക്ക് സൂക്ഷിച്ച് ചവിട്ടണം. ഇതൊക്കെയാണ് മഴക്കാലത്ത് നമുക്ക് തരുന്ന ഒരു ബോധവൽക്കരണം. ഏതെങ്കിലും മനുഷ്യർക്ക് അറിയാൻ പറ്റുന്നുണ്ടോ ഇതുപോലുള്ളൊരു ഉണക്കത്തോട്ടിയിൽ നമുക്ക് ഷോക്ക് അടിക്കുമെന്ന്? നമ്മളും അത് തന്നെയാണ് ചിന്തിച്ചത്. എൻ്റെ ഹസ്ബൻഡും അത് തന്നെയാണ്. ഈ ഒരു അറിവ് വെച്ചിട്ട് ചക്കയിടാൻ പോയി. പ്ലാവ് ഇവിടെ നമ്മുടെ തൊട്ട് ഇതാ പുറകിൽ നിൽക്കുന്നതാണ് പ്ലാവ്. അപ്പോൾ അത് റോഡിൻ്റെ സൈഡിലാണ്. അതിൻ്റെ താഴെ കൂടെയാണ് നമ്മുടെ ഈ കറണ്ട് കമ്പി പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഈ ഉണക്കത്തോട്ടിയിൽ കൂടി എങ്ങനെയാണ് മരണകരമായ ഷോക്ക് എൻ്റെ ഹസ്ബൻഡിന് വന്നു എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ആർക്കും ഇത് സംഭവിക്കാം. നമ്മൾ ഒരിക്കലും വിചാരിക്കുന്ന ഒരു കാര്യമല്ല ഈ ഉണക്കത്തോട്ടിയിൽ ഷോക്ക് അടിക്കുമെന്നുള്ളത്. ഇനി ആർക്കും ഇതുപോലൊരു
അബദ്ധമുണ്ടാവരുത്. ഒരു വീട്ടിലും ഒരു കണ്ണീര് ഈ പേരിൽ വീഴാനിടയാവരുത്. നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള ഇരുമ്പ് തോട്ടിയുണ്ട്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നീട്ടം കൂട്ടി എടുക്കാം, ചെറുതാക്കി എടുക്കാം. ഇതുപോലുള്ള ഇരുമ്പ് തോട്ടിയുണ്ട്. പക്ഷേ നമ്മൾ ആ കറണ്ട് കമ്പിയുടെ അടുത്തുകൂടെയാണല്ലോ പോകുന്നത് പ്ലാവ്. അപ്പോൾ ചക്കയിടാൻ വേണ്ടിയിട്ട് ഈ ഇല്ലിത്തോട്ടി തന്നെയാണ് ഉപയോഗിച്ചത്. നമ്മളിപ്പം പല വാർത്തകൾ ഈ ദിവസങ്ങളിൽ തന്നെ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു സാറ് ദാരുണമായ അന്ത്യമാണ് സംഭവിച്ചത് ഇരുമ്പ് തോട്ടി ഉപയോഗിച്ച്. അതുപോലെ തന്നെ ഒരു ചേച്ചി തേങ്ങ ഇട്ടപ്പോൾ ചേച്ചി അങ്ങനെ തന്നെ ദാരുണമായ അന്ത്യമാണ് സംഭവിച്ചത്. പക്ഷേ നമ്മൾ ഇത്രയും കെയറിങ് ഈ കാര്യത്തിലുണ്ടായിരുന്നു. ഈ ഇരുമ്പ് തോട്ടി ഇത് നീളം കൂട്ടി എടുക്കാവുന്ന തോട്ടിയാണ്. ഇതിപ്പോൾ നമ്മളിവിടെ കടച്ചൊക്കെ പറിക്കാൻ വേണ്ടി ഇവിടെ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അത്രയും സൂക്ഷിച്ചിട്ടും അപകടം വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഏണി ഉണ്ടല്ലോ, ഈ ഒരു ഏണി വെച്ചിട്ടാണ് ചക്കയിടാൻ പ്ലാവിൻ്റെ അടുത്തുള്ള ഒരു മരത്തിലെ ചെറിയൊരു കുറ്റിയിൽ. ഇപ്പം ഞാൻ അവിടേക്ക് പോകുന്നില്ല, കാരണം ശരിക്കും ഇപ്പോഴും എനിക്ക് ആ ഭാഗത്തേക്ക് പോകാൻ ഭയങ്കര പേടിയാണ്. നമ്മൾ അതിൽ നിന്നൊരു മോചനം വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഈ ഗോവണി ഒരു ചെറിയ മരത്തിൻ്റെ കുറ്റി ഉണ്ടായിരുന്നു, മരുതെന്ന് പറയുന്ന ഒരു മരമാണ്. അതിലേക്ക് വെച്ചിട്ട് കെട്ടിവെച്ചു. മരത്തിലേക്ക് ഗോവണി ഇതിപ്പോൾ നമ്മൾ കടച്ചക്ക പറിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ചെയ്തിരിക്കുന്നതാണ്. ഇത് കണ്ടോ, കെട്ടിവെച്ചിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് മരുന്നിൻ്റെ കുറ്റിയിൽ കെട്ടിവെച്ചു. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് അതിൽ കയറി മുകളിൽ നിന്നു. അതിനുശേഷം നമ്മളിപ്പോൾ നേരത്തെ കണ്ട ആ ഇല്ലിത്തോട്ടി പൊക്കിയാണ് ചക്ക ഇടാൻ ശ്രമിച്ചത്. അപ്പോൾ ഈ ഏണിയാൽ ഇതൊരു കയറ് നിങ്ങൾക്ക് കാണാം. ഈ കയറ് ഈ ഏണിയാൽ സ്ഥിരമുള്ളതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചെറിയ മരങ്ങളിലൊക്കെ കയറുമ്പോൾ ഇത് വെച്ച് കയറെങ്കിൽ പോലും ആദ്യം ആ മരത്തിലേക്ക് ഇത് കെട്ടുക, അതിനുശേഷം ബാക്കി കയറുകൊണ്ട് വയറ് ചുറ്റി മരത്തേൽ കെട്ടുക. ഇതാണ് ഇത് ഇങ്ങനെ നാളുകളായിട്ട് കുറേ നാളുകളായിട്ട് ഇങ്ങനെ ഈ കയറാണ് ഇതിൽ കിടക്കുന്നതാണ്. അതുപോലെ സേഫ്റ്റി നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. കാരണം രണ്ട് കയ്യിലും തോട്ടി പിടിക്കേണ്ടതുകൊണ്ട് നമ്മൾ സേഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ചെയ്തിട്ട് പോലും ആ തോട്ടി ഉയർത്തി ചക്ക ഇടാൻ ശ്രമിച്ചപ്പോഴാണ് 11 kg ഷോക്ക് അടിക്കുകയുണ്ടായത്. നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ റോട്ടിൽ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ചക്ക വീഴുന്നത് നോക്കി ഞാൻ നമ്മുടെ ഓപ്പോസിറ്റ് നമ്മുടെ റോട്ടിൽ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തോട്ടി ഈ കമ്പിയിലേക്ക് വലിച്ചടുപ്പിക്കുകയായിരുന്നു. ഞാൻ തോട്ടി കാണിച്ചു. തോട്ടിയുടെ ഒരു പകുതി ഭാഗത്താണ് അരുവ നമ്മുടെ കമ്പിയിൽ 11 kV മുട്ടിയിട്ടില്ല, ഒന്നുമില്ല. അപ്പം നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമെന്ന് ഒരിക്കലും ഈ നാട്ടിലുള്ള ആൾക്കും തന്നെ അറിയില്ല. KSEBയിൽ ജോലി ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും. ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. KSEBയിൽ ജോലി ചെയ്യുന്നവർക്കും KSEBയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും ഈ കാര്യം അറിയാം. പിന്നീട് നമ്മൾ സംസാരിച്ചപ്പം മനസ്സിലായി, 1 മീറ്റർ അല്ലെങ്കിൽ 1.5 മീറ്റർ അളവിൽ ഇതിൻ്റെ കാന്തിക ശക്തി ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. എത്ര ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു അവബോധമുണ്ട്? ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ തീർച്ചയായിട്ടും എനിക്കുള്ളിൽ സങ്കടമുണ്ട്. ആ ഒരു കാഴ്ച ആരെയും ഞെട്ടിത്തെറിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഞാൻ കണ്ടത്. അപ്പം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്, എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് എനിക്ക് പറ്റുന്ന പോലെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയായിട്ട് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ സംഭവം നടന്നിട്ട് 10-12 ദിവസമായി. പരിസ്ഥിതി ദിനത്തിൻ്റെ ദിവസമായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് അപകടം പറ്റിയത്. എനിക്കൊരു വീഡിയോ എടുക്കാനുള്ള മാനസികാവസ്ഥ ഇപ്പോഴാണ് കുറച്ചായത്. അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് ഇതിനെക്കുറിച്ച് പറയാം. വീണ്ടും അപകടങ്ങൾ കേൾക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന്, ഈ മഴക്കാലം തീരുന്നതിന് മുമ്പേ ഈ വീഡിയോ ചെയ്യണമെന്ന് എനിക്കിങ്ങനെ ഉൾപ്രേരണ ഉണ്ടാകുന്നു. അപ്പം ഇങ്ങനെ പോയി ചക്ക ഇടാൻ കയറി നിന്നു. ചക്കയുടെ അടുത്തേക്ക് തോട്ടി പോകുന്നു. ഞാൻ കണ്ടതാണ്, വ്യക്തമായിട്ട് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഒരു റോഡിൽ കൂടി ഒരു വണ്ടി വരുന്ന പോലെ സ്വരം കേട്ടി ഞാൻ നോക്കി. വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കിയ ഒരു സമയം കൊണ്ട് ഒരു സ്പാർക്കിൻ്റെ സ്വരം കേൾക്കുകയാണ്. സ്പാർക്കിൻ്റെ സ്വരം ഭയങ്കര പിരാന്ന് കേൾക്കുന്നു. അപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ ഈ തോട്ടിയുടെ നമ്മൾ ആ കരിഞ്ഞ് കണ്ട സ്ഥലം കമ്പിയിലേക്ക് മുട്ടിയിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, തോട്ടിക്ക് തീ കത്തിയല്ലോ, തോട്ടി മാറ്റുക എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. തോട്ടി മാറുന്നില്ല. വീണ്ടും തോട്ടി മാറ്റുക എന്ന് ഞാൻ ഉറക്ക വിളിച്ചുകൊണ്ട് മുഖത്തോട്ട് ഹസ്ബൻഡിനെ നോക്കുമ്പോൾ ആ ഒരു സെക്കൻഡിൽ തന്നെ നമുക്ക് കാണാൻ വയ്യാത്തൊരവസ്ഥയിൽ മരവിച്ച് നിൽക്കുകയാണ് ആൾ. ആ അവസ്ഥയെക്കുറിച്ച് ഇപ്പോഴും ഓർക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ തീയാണ്. അത് അനുഭവിച്ചവർക്കും ഒരു നിമിഷം കൊണ്ട് അത് കണ്ടവർക്കും വളരെ വളരെ ഹൃദയം തകരുന്ന ഒരു കാഴ്ചയാണത്. ആ സ്പാർക്ക് ഉണ്ടായി 1-2 സെക്കൻഡുകളിൽ തന്നെ ആൾ നിശ്ചലമായി എന്ന് പറഞ്ഞാൽ അത് അത്രയും ശക്തമായ ഒരു ഷോക്കായിരുന്നു. എനിക്കിത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും, ദൈവത്തിൻ്റെ അത്ഭുതത്തെക്കുറിച്ച് പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. കാരണം എന്നെ നേരെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി ദൈവം എന്നുള്ളതാണ്. അത് മുഖം കണ്ടതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. അല്ലാതെ ഒരാൾ അനക്കമില്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, എന്തെങ്കിലും ചെയ്യുമായിരിക്കും എന്നാണ് വിചാരിക്കുക. അപ്പം എനിക്കത് കണ്ടതേ മനസ്സിലായി. അപ്പോഴത്തേക്കും ഞാൻ വേഗം ഒച്ച വെച്ചു. നമ്മുടെ അടുത്ത ഓപ്പോസിറ്റ് തന്നെ അവിടെ ഒരു വീട് പണിയുന്നുണ്ട്. വലിയൊരു വീടാണ് പണിയുന്നത്. അവിടെ കുറേ ഭായിമാർ പണിയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം നോക്കി കാണാൻ ഒരു പച്ച നെറ്റുണ്ട്. ആ നെറ്റ് റോട്ടിൽ നിന്ന് തന്നെ ആ നെറ്റ് പൊക്കി ഞാൻ ഷോക്ക് രക്ഷിക്കണേ, ഓടിവായോ, ഇത്രയും പറഞ്ഞു. ഞാൻ ഓടി നമുക്ക് റോട്ടിലേക്ക് മുറ്റത്തേക്ക് വന്നെങ്കിലേ എനിക്ക് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് വരത്തുള്ളൂ.
ഞാൻ ഈ ഭായിമാരോടൊന്ന് വിളിച്ചു സഹായം അപേക്ഷിച്ചു. ഞാൻ ഓടി മുറ്റത്തേക്ക് കയറി വന്നു. അപ്പോഴാണ് ഭൂമിയിലെ ഏറ്റവും വലിയ നിസ്സഹായാവസ്ഥ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. നമുക്ക് ചെന്ന് പിടിക്കത്തില്ല. ഷോക്ക് അടിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനെ ചെന്ന് പിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിച്ചെന്ന് പിടിച്ചെന്നിരിക്കും പലരും. പക്ഷേ എനിക്ക് ആ ഒരു ബോധ്യം വന്നു, എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. ആ നിസ്സഹായസ്ഥയിൽ ഞാൻ അവിടെ ഇരുന്ന് ഉറക്ക ദൈവത്തെ വിളിക്കുകയാണ് ചെയ്തത്. എത്ര ആൾക്കാർ ഓടിക്കൂടിയാലും ഇതുപോലുള്ളൊരു കേസ് സംഭവിക്കുമ്പോൾ ആൾക്കാർ അന്താളിച്ചു പോകും, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ ഒരു ധൈര്യം ദൈവം കൊടുത്തത് ഇതാ നമ്മുടെ അതേ വീട് പണിയുന്ന ഒരു ഫായിക്കായിരുന്നു. ആ ഫായി ഓടി വന്നു. സർവ്വത എന്നാണ് ആ കൊച്ചിൻ്റെ പേര്. എനിക്ക് കൊച്ചെന്ന് പറയാം, അത്രയും പ്രായമുള്ളൂ. അപ്പോൾ ആ കൊച്ച് ഓടി വന്നു തട്ടാൻ. ഈ റോഡിലേക്ക് കയറുന്നതിന് പകരം അതിലെ ഒരു വലിയൊരു കയ്യാല അണിയേണ്ടി അത് ചാടിക്കയറി ആ കൊച്ചു വന്ന് രക്ഷിക്കാൻ ശ്രമിച്ചു. ആദ്യത്തെ ശ്രമത്തിൽ തന്നെ ഷോക്ക് അടിച്ചു. ആ കൊച്ചിന് ഷോക്ക് കിട്ടി. അപ്പോൾ ആ കമ്പ് ആദ്യം ഒരു കമ്പ് കൊണ്ട് വന്നു. അപ്പോൾ പലരും ഓടി വന്നു. ആദ്യം ഒരു കമ്പ് ആളിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഈ ഏണിയിൽ കയറിയാണ് നിന്നിരുന്നത്. അതും ഷോക്കിൻ്റെ മാരകമായ ഒരു അവസ്ഥയിലേക്ക് പോകാൻ കാരണമായി. കാരണം ഇരുമ്പ് ഏണിയാണ്. ഏണിയിൽ കയറിയിരുന്നുകൊണ്ട് ചെരുപ്പിട്ടിരുന്നില്ല. അതും അതിന് മാരകമായ ഒരു ഘടകമായി മാറി. അപ്പോൾ ആദ്യം ഷോക്ക് അടിച്ച പയ്യൻ, എങ്കിലും ദൈവം വീണ്ടും ആ കൊച്ചിന് ധൈര്യം കൊടുത്ത് രണ്ടാമത് വേറൊരു കമ്പ് കൊണ്ട് തട്ടി മാറ്റുകയായിരുന്നു. അപ്പോൾ ആ തോട്ടി കയ്യിൽ നിന്ന് അതുപോലെ സ്റ്റിക്കായിട്ട് തോട്ടി കയ്യിൽ നിന്നു തട്ടി മാറ്റി. അപ്പോഴേക്കും ഹസ്ബൻഡ് ബോധമൊന്നുമില്ല. ആ സമയത്തേക്ക് ബോധമൊന്നുമില്ല. നാക്കെല്ലാം കടിച്ച് ഫിക്സ് വന്നു. വയറേല വള്ളി കെട്ടിയാണ് നിന്നിരുന്നത്. ആ വള്ളിയിൽ തൂങ്ങിക്കിടക്കുകയാണ് ബോധമില്ലാതെ. അപ്പോഴാണ് മനസ്സിലായത് കെട്ടി നിൽക്കുകയാണെന്ന്. നാട്ടുകാരിതൊന്നും അറിയുന്നില്ല എങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോഴത്തേക്കും വേഗം ആയുധങ്ങളെടുത്തു. വീടുകളിൽ കൂടെ ഓടിയെത്തിയ ആയുധങ്ങളെടുത്ത് ഹസ്ബൻഡിനെ ഇറക്കുകയായിരുന്നു. ഈ സമയത്ത് ഞാൻ പറയട്ടെ, നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മൾ പല രൂപത്തിൽ അവരെ വിമർശിക്കാറുണ്ട്. അവരെ പല രൂപത്തിൽ നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്. എല്ലാം ഉണ്ട്. പക്ഷേ ഇവരിലും നല്ല മനസ്സുള്ളവരുണ്ട്. ദൈവം അവരിലൂടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ആ പയ്യൻ ഈ സർവ്വത വേഗം ഏണിയിൽ കയറി അഴിച്ച് താഴെ ഇറക്കി ഇവർ കയ്യിലെടുത്ത് വന്നു. ആ സമയത്ത് ഇവർ ഫസ്റ്റ് എയ്ഡ് തട്ടും കൊട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ദൈവം ജീവൻ എടുത്തിട്ട് തിരിച്ചു തന്ന ഒരു അനുഭവമാണ്. ഞങ്ങളിവിടെ കണ്ടു നിന്ന് ഓടി വന്ന് കണ്ടവരെല്ലാവരും, അവർക്ക് ഇതുപോലെ ബോധം കെട്ട് ആ വള്ളിയിൽ തൂങ്ങി ഷോക്കടിച്ച് പോയ ഒരാൾക്ക് ദൈവം ജീവൻ തിരിച്ചു കൊടുത്ത ഒരു അത്ഭുത നിമിഷമാണ് ഞങ്ങൾക്ക് സംഭവിച്ചത്. ദൈവത്തിന് നന്ദി പറയുന്ന മഹത്വപ്പെടുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു സാക്ഷിയായിട്ടുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതല്ലെങ്കിൽ ഇന്ന് ഞാൻ ഈ സ്ഥാനത്ത് നിന്ന് ഞാൻ നിങ്ങളോട് ഈ അനുഭവം പറയാൻ തകർന്നിരിക്കുന്നൊരവസ്ഥയിലായിരിക്കും. ഞാൻ അനുഭവം പറയാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. അപ്പം ഈ അവസരം ഞാൻ അതിനും കൂടി ഉപയോഗിക്കുകയാണ്. എല്ലാവരും എപ്പോഴും ദൈവത്തെ ഓർക്കുക. ദൈവം ഇതുപോലെ അത്ഭുതം പ്രവർത്തിക്കും. അപ്പോഴേക്കും കുറച്ച് ബോധം വന്നു. വായിൽ നിന്ന് നൊരയും പതയും ഒഴുകുകയായിരുന്നു. ഫിക്സ് വന്ന് ഈ ഷോക്ക് അടിക്കുമ്പോഴത്തെ ഒരവസ്ഥയാണ് ഫിക്സ് വരിക. ശരീരമെല്ലാം വലിഞ്ഞ് മുറുക എന്നുള്ളൊരവസ്ഥ. നാക്ക് കടിച്ച് മുറിഞ്ഞിട്ടുണ്ട് നല്ലപോലെ. അപ്പോഴത്തേക്ക് വേഗം ഇവിടെ ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോയി. അവർ തന്നെ അവിടെ ഈ വീട് പണിയുന്ന അവിടുത്തെ ഓണർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹസ്ബൻഡ് ഒരു കൂട്ടുകാരൻ ആ സമയത്ത് തന്നെ ദൈവം കൊണ്ടുവന്ന പോലെ വണ്ടിയും കൊണ്ട് നമ്മുടെ റോട്ടിൽ വന്നു. ആ വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിൽ ചെന്നു. ECG എടുത്ത് നോക്കി. പ്രശ്നമില്ല. പുള്ളി സംസാരിക്കാൻ തുടങ്ങി. കുഴപ്പമൊന്നുമില്ല. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. പിന്നെ സംഭവിച്ചത് കൈക്കകത്തെല്ലാം പൊള്ളലുണ്ടായിരുന്നു. ആ തോട്ടിയിൽ കൂടി, ആ ഇല്ലിത്തോട്ടിയാണെങ്കിലും അതിൽ കൂടി വന്ന ഷോക്കിൻ്റെ ആധിക്യം ചൂട് കൊണ്ട് കൈയുടെ ചൂണ്ടുവിരലിന് അവിടെ, കൈയുടെ തള്ളവിരലിൻ്റെ അകത്ത്, അതുപോലെ കാലിൻ്റെ പെരുവിരലിൻ്റെ 2 കാലിൻ്റെ അകത്ത് നന്നായിട്ട് പൊള്ളലുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും ദിവസമായിട്ടും ആ പൊള്ളൽ ആഴത്തിലായിപ്പോയി. കാരണം അത്രയും ശക്തിക്ക് അവിടെ വെന്ത് പോയിരുന്നു. അത് കരിഞ്ഞു വരുന്നേ ഉള്ളൂ. ഞാൻ ഹസ്ബൻഡിനെ കാണിക്കുന്നില്ല. കാരണം അതുപോലെ ഒരു വീഡിയോ ഞങ്ങൾ ഒരുമിച്ചെടുക്കാൻ ഞങ്ങൾ എപ്പോഴും സന്തോഷകരമായ ഒരു വീഡിയോ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഈ ഒരു വീഡിയോ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാത്തത് അതത്ര രസകരമായിരിക്കില്ല. അതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാം, ചാനലിൽ കണ്ടിട്ടുണ്ട്, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ് ഒത്തിരി പേര്. ഞങ്ങളുടെ കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഞാൻ നിങ്ങൾക്കൊരു അവബോധമായിട്ട് ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു ഉണക്ക തോട്ടിയിലും നമുക്ക് ഇത്രയും മരണകരമായ ഒരു ഷോക്ക് കിട്ടും എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുക. അതുപോലെ അവിടെ എല്ലാം KSEBക്കാർ, ഞാൻ പിറ്റേന്ന് തന്നെ KSEBയിൽ ഓഫീസിൽ ചെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അപ്പം ഞങ്ങൾക്ക് അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് തരണം. കുറേ മരങ്ങൾ ഇവിടെയെല്ലാം കമ്പിയുടെ ഇടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ KSEBക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മഴ പെയ്തപ്പം പെട്ടെന്ന് ഇവർ വെട്ടിവിടുന്നതാണ്. നമ്മൾ ഒരിക്കലും ഒരു തടസ്സം പറഞ്ഞിട്ടില്ല. ഇത്രയേ വെട്ടാവുള്ളൂ, ഞങ്ങളെ നശിപ്പിക്കരുത്, ഇങ്ങനൊരു കാര്യം നമ്മൾ ഒരിക്കലും പറയാറില്ല.
അവർക്കറിയാം ഇവിടെ ഒന്നാമത് എനിക്ക് കറണ്ടിനെ പണ്ട് തൊട്ടേ എനിക്ക് പേടിയുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും നമ്മൾ തടസ്സം പറയാറില്ല. അവർ വെട്ടുമ്പോൾ അവരുടെ ലൈൻ ക്ലീൻ ചെയ്ത് അവർ പോകും. അപ്പം അങ്ങനെ പോയിരുന്നതാണ്. പക്ഷേങ്കിൽ ഇപ്പം വീണ്ടും കുറ്റിയെല്ലാം തളുത്ത് കയറി. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അവർ കുറച്ച് ദിവസം കഴിഞ്ഞ് വന്ന് ഇപ്പം ക്ലീൻ ചെയ്തൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അപകടമായിട്ട് ഈ ചക്ക നിന്ന ആ ഏരമെല്ലാം അവർ വെട്ടിക്കളഞ്ഞു. കുറച്ചേറെ വെട്ടിക്കളയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വെട്ടിത്തന്നു. അതിനുശേഷം കോട്ടയത്ത് ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന്, നമ്മുടെ ജില്ലാ ഓഫീസിൽ നിന്ന് ഒരു മാഡം വന്നിരുന്നു. ഞങ്ങളുടെ മൊഴിയെടുക്കാനും അവർക്ക് ഇൻക്വസ്റ്റ് റെഡിയാക്കി അങ്ങനെയൊക്കെ പോകാനായിട്ട് വന്നിരുന്നു. അപ്പോഴാ മാഡമാണ് പറയുന്നത് 1.5 മീറ്ററാണ് ഇതിൻ്റെ കാന്തിക ശക്തി എന്ന്. നമുക്ക് ഇത് അറിവില്ലാത്തൊരു കാര്യമായിരുന്നു. സാധാരണ ജനങ്ങൾക്ക് അറിവില്ലാത്തൊരു കാര്യമാണ്. ഈ പോകുന്ന 11 kVയുടെ കാന്തിക ശക്തി 1.5 മീറ്റർ അടുത്ത് ഏതെങ്കിലും ഇരുമ്പായുധമോ നനവോ വന്നിട്ടുണ്ടെങ്കിൽ വലിച്ചടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ തോട്ടി ഇതിലേക്ക് മുട്ടുന്ന ഒരു സമയത്ത് തോട്ടിക്ക് വല്ലാത്തൊരു ഭാരം തോന്നി അങ്ങ് പോയി എന്ന് പറയുന്നത്. കമ്പിയുടെ ഇങ്ങനെ ചരിഞ്ഞിട്ട്, നേരെ മുകളിൽ കൂടിയൊന്നും അല്ല, എന്നാൽ ചരിഞ്ഞിട്ടാണ് അങ്ങ് പോയിക്കൊണ്ടിരുന്നത്. ആ ചരിഞ്ഞ് ഇങ്ങനെ നിന്ന തോട്ടീനെ ഈ കമ്പി അങ്ങോട്ട് ആകർഷിച്ച് അടുപ്പിക്കുകയാണ് ചെയ്തത്. ഇത്രയും ഉണക്ക തോട്ടിയാണേലും അതിൽ ഞാനിപ്പം ഇവിടെ ഇൻക്വസ്റ്റ് റെഡിയാക്കാൻ വന്നവരോടൊക്കെ പറഞ്ഞു, ഈ തോട്ടിയാണ് ഇതാണ്, അതിൻ്റെ നടുവ് ഭാഗത്താണ്, അരുവ ഉള്ളടമല്ല കമ്പിയിൽ മുട്ടിയിരിക്കുന്നത്, അരുവ ടച്ച് ചെയ്തിട്ടില്ല, ഞാൻ നോക്കി നിൽക്കുന്നതാണ് ചക്ക ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇത്രയും ഒരു ഉണങ്ങിയ തോട്ടിയാണെങ്കിലും അതിലൊരു പൂപ്പല് വെള്ളമയം ഉണ്ടാവുമല്ലോ, മഴക്കാലമാണല്ലോ, നമ്മൾ നനയാതെ വെക്കുന്ന തോട്ടിയാണെങ്കിലും അതിലൊരു ഈർപ്പം ഉണ്ടായിരിക്കും, ഒരു പൂപ്പലിൻ്റെയൊക്കെ ഒരു അംശം ഉണ്ടായിരിക്കും എടുക്കാതെ ഇരിക്കുമ്പോൾ. അപ്പം ആ ഒരു ജലാംശം മതി ഈ 11 kV ആകർഷിക്കാൻ എന്നുള്ളതാണ് ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് എനിക്ക് ലഭിച്ച അറിവ്. അപ്പം അത് വളരെ വലിയൊരു അറിവാണ്. ജനങ്ങൾക്ക് വേണ്ടി ഞാനിത് വളരെ സീരിയസ് ആയ ഒരു കാര്യമായിട്ട് തന്നെ ഞാനിത് ഷെയർ ചെയ്യുകയാണ്. കാരണം നമ്മൾക്ക് പലപ്പോഴും സംഭവിക്കും, ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമായിരിക്കാം പലരും രക്ഷപ്പെട്ടിരിക്കുന്നത്. അത് ഒരു കാര്യമാണ്. കാരണം ഈ പ്ലാവിൽ നിന്ന് നമ്മൾ ഇതിനു മുമ്പും ചക്കയൊക്കെ ഇട്ടിട്ടുണ്ട്, ഇതുപോലൊരു അനുഭവം വന്നിട്ടില്ല. ഒന്നുകിൽ അന്ന് ആ ലൈനിൽ കൂടി ഓവർഫ്ലോ വന്നിട്ടുണ്ടാവുക, ആ സമയത്ത് എന്താണ് ഇതിൻ്റെ കാരണം എന്നൊന്നും അറിയില്ല. കൂടുതൽ ശക്തിക്ക് വൈദ്യുതി വന്നപ്പോഴാണ് കൂടുതൽ ആകർഷിച്ച് അന്ന് ഈ ലൈനിൽ പണി നടക്കുന്നുണ്ടായിരുന്നു. 11 kVയിൽ നമ്മുടെ അടുത്ത് തന്നെ പണി നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ ചക്ക ഇടുന്നതിന് 1 മണിക്കൂർ മുമ്പ്, ഒരു അരമണിക്കൂർ മുമ്പ് വരെ, നമ്മൾ വൈകിട്ട് 3:30 ആയപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് ഞങ്ങൾക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു, രാവിലെ 9 തൊട്ട് വൈകിട്ട് 3 മണി വരെ കറണ്ട് ഉണ്ടാവില്ല എന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ കുറച്ച് താഴെയായിട്ട് കമ്പിയിൽ പണി നടക്കുന്നുണ്ടായിരുന്നു. ഈ പണി കഴിഞ്ഞപ്പോൾ കറണ്ട് വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. 3 മണിക്കൊക്കെ മുമ്പേ കറണ്ട് ഇവിടെ വന്നു. പക്ഷേ ഇങ്ങനെ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴൊന്നും നമ്മൾ ഈ ചക്കയിടാൻ പോകുമ്പോൾ ഇതുപോലൊരു അപകടം പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇരുമ്പ് തോട്ടി നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ തന്നെ നമ്മൾ ഇല്ലിത്തോട്ടി കൊണ്ടാണ് ചക്കയിടാൻ പോകുന്നത്. അത്രയും സേഫായിട്ട് കാര്യങ്ങൾ നോക്കുന്ന ഒരാളായിരുന്നു ഹസ്ബൻഡ്. അപ്പം ഇതുപോലൊന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അപകടമാണ് വന്നു ചേർന്നത്. ദൈവം ഏതായാലും സംരക്ഷിച്ചു. അപ്പം എല്ലാവരും ഇതൊരു അറിവായിട്ട് സ്വീകരിക്കണം. വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ജില്ലാ ഓഫീസിൽ നിന്ന് വന്ന മൊഴിയെടുത്ത സമയത്ത് ലാസ്റ്റ് ആ മാഡം ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഇനി പറയാനുള്ളത്, എന്താണ് നമ്മുടെ അടുത്ത ആവശ്യം, അവരുദ്ദേശിച്ചത് എന്താ, നമ്മുടെ പരാതിയായിട്ട് കൊടുക്കുകയാണ്, നമുക്ക് നഷ്ടപരിഹാരമായിരിക്കാം, എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താണേലും എത്ര ലക്ഷങ്ങളോ കോടികളും നഷ്ടപരിഹാരം ഒരു വ്യക്തിക്ക് കൊടുത്താലും ഒരു ജീവൻ നിന്ന നിപ്പിലില്ലെന്നായി പോകുന്നത് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അത് അത്രയും വലിയൊരു ദുരന്തം വേറൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇത് മാത്രമാണ് പറഞ്ഞത്. പൊതുജനങ്ങൾക്ക് അവബോധം ഇതിനെക്കുറിച്ച് ഉണ്ടാക്കണം, തീർച്ചയായിട്ടും കൊടുക്കണം. അതായത് ഇത്രയും വലിയ പവറാണ് ഈ പോകുന്നത്. സാധാരണ പറയാറുണ്ട് ആൾക്കാർ, പക്ഷേ ഇത്രയും വലിയ പവറാണ് പോകുന്നതെന്ന് ജനങ്ങൾക്കറിയില്ല. ഇത്രയും ജനവാസ മേഖലയിൽ കൂടെ ഞാൻ ആവശ്യപ്പെട്ടത് ഇത് മാത്രമാണ്. ഇനിയും ഗവൺമെൻറ്റിനോടും ഇലക്ട്രിസിറ്റി ഓഫീസിലെ എല്ലാ ഉദ്യോഗസ്ഥരോടും എനിക്ക് പറയാനുള്ള ഒരൊറ്റ അപേക്ഷ ഇത് മാത്രമാണ്. ഇത്രയും മാരകമായ ഒരു കാര്യം, ഇത്രയും ജനവാസ മേഖല, ഗ്രാമീണ മേഖലയിൽ കൂടെ ഈ കമ്പി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിന് കോട്ടിംഗ് ഇട്ട് വേണം കൊണ്ടുപോകാൻ. നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ആ മാഡത്തിനോട് പറഞ്ഞു, ടൗണിലും ഒക്കെ ഇതിങ്ങനെ കോട്ടിംഗ് ഇട്ടാണല്ലോ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ മാഡം പറയുകയാണ്, നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ അടുത്ത് കൂടെ പോയിട്ടുണ്ടെങ്കിൽ 1.5 മീറ്ററിനകത്താണെങ്കിൽ ഈ കമ്പി ടച്ച്, 1.5 മീറ്ററിൻ്റെ സൈഡിലാണ് ഈ കമ്പി വരുന്നതെങ്കിൽ ആ ബിൽഡിങ്ങിലെ വയറിങ്ങിനെ മുഴുവൻ അത് ബാധിക്കും. അത്രയ്ക്ക് കാന്തിക ശക്തിയാണ് ഇതിനുള്ളതെന്ന് ആ മാഡം പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ ചോദിക്കുകയുണ്ടായി, ഇത്രയും അപകടകരമായ ഒരു കാര്യം ഈ ഗ്രാമീണ പ്രദേശങ്ങളിൽ ഈ മരങ്ങളെല്ലാം തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഈ സ്ഥലങ്ങളിൽ കൂടെ ഈ കമ്പി കൊണ്ടുപോകണമെങ്കിൽ എന്ത് സുരക്ഷയാണ് ഈ ജനങ്ങൾക്ക് കൊടുക്കാറുള്ളത്? നമ്മളിപ്പം ഇരുമ്പ് തോട്ടി ഒന്നും വേണ്ട, വെറുതെ ഒരു മരം ടച്ച് ചെയ്യുന്ന, ഈ മഴക്കാലമാണ്, മരങ്ങളെല്ലാം ആർത്ത് വളരുന്ന ഒരു സമയമാണ്, മരം ടച്ച് ചെയ്ത് നിൽക്കുന്നു, പ്രായമായ ആൾക്കാർ ഒക്കെ നടക്കുന്നു. ഞാനിവിടെ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ പ്രായമുള്ള പേരൻസ് ഉണ്ട്, ഇവർ
ചെന്ന് ഒരു മരത്തേൽ വഴിയിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു മരത്തേൽ തൊട്ടാൽ മതിയല്ലോ, അവരുണ്ടോ മുകളിലേക്ക് നോക്കുന്നു. അപ്പം ഇതുപോലൊരു അവബോധം ജനങ്ങൾക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ഞാൻ അവരോട് പറഞ്ഞതും അതാണ്. അതുപോലെ തന്നെ ഈ മാരകമായ ഈ വസ്തു കൊണ്ടുപോകുന്നത് വളരെ സേഫായിട്ട് വേണം. അത് ഗ്രാമീണ പ്രദേശത്തെ ജനങ്ങളാണേലും നഗരപ്രദേശത്തെ ജനങ്ങളാണേലും ജീവന് വില തന്നെയാണ്. നഗരപ്രദേശത്ത് മാത്രം ഇത് കോട്ടിങ് ഇട്ട് കൊണ്ടുപോകുന്നു. നമ്മുടെ പ്രദേശത്ത് ഇതിന് കോട്ടിങ്ങും ഇല്ല, ഒന്നുമില്ല. അതിന് കാരണങ്ങൾ പലതുണ്ടാവാം, പക്ഷെ ജനങ്ങളുടെ ജീവനാണ് വലുത്. എന്തെല്ലാം അപകടങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് അവസരത്തിൽ നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ ഒരു കാര്യം കൂടെയാണ് പറയാനുള്ളത്. നമ്മുടെ മാധ്യമധർമ്മം അതാണ്. വാർത്തകളെ വളച്ചൊടിക്കുക എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എല്ലാവരും പറയുന്നു. ഞങ്ങളും അതിൻ്റെ ഒരു ഭാഗം അനുഭവിച്ചു. ഈ ഒരു സംഭവം പത്രത്തിൽ വന്നിരുന്നു. 7-ാം തീയതി നമ്മുടെ ഒരു ലോക്കലായിട്ടുള്ള ഒരു ചാനലിൽ, ന്യൂസ് ചാനൽ, ലോക്കലായിട്ടുള്ള ഒരു ന്യൂസാണ്, യൂട്യൂബ് ചാനൽ പോലെയുള്ള, അവിടെ വന്നു. അതിനകത്ത് വാർത്ത വന്നിരിക്കുന്നു, ഇരുമ്പ് തോട്ടിയുമായി ചക്കയിടാൻ ശ്രമിക്കുക, ഷോക്കേറ്റു, അതിഥി തൊഴിലാളി രക്ഷകനായി. ഇങ്ങനെയാണ് ഹെഡിങ്. പത്രത്തിലും വന്നു. പലരും ഇത് വായിച്ചിട്ടുണ്ടാവും, പലരും മനസ്സിൽ ഓർത്തിട്ടുണ്ടാവും, ഇതാരാണ് ഈ മണ്ടത്തരം കാണിച്ചത്. ഇത്രയും നമ്മളും പറയാറുണ്ട്, ഈ വാർത്തകളെല്ലാം ഈ മഴക്കാലത്ത് കണ്ടിട്ടും ഇതെന്നാ ബുദ്ധിമോശമാണ് ഇവൻ കാണിച്ചതെന്ന് നമ്മളും ചിന്തിക്കാറുണ്ട് വാർത്ത കാണിക്കുമ്പോൾ. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ ഇതാണ്. തോട്ടി ഞാൻ നിങ്ങളെ കാണിച്ചു, തോട്ടി കരിഞ്ഞ ഭാഗം കാണിച്ചു. KSEBിയിലെ എല്ലാ ഉദ്യോഗസ്ഥരും വന്ന് നമ്മുടെ തോട്ടി കണ്ടതാണ്. തോട്ടി അത്രയും ദിവസം ഒരു 4-5 ദിവസം തോട്ടി ആ സംഭവ സ്ഥലത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ ഏണിയും തോട്ടിയും എല്ലാം അവിടെ നിന്ന് അഴിച്ചു തന്നത്. കാരണം അത് അഴിക്കാനോ അത് എടുക്കാനോ അവിടേക്ക് പോകാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ഹസ്ബൻഡിനെ ഞാൻ വിട്ടില്ല. പിന്നെ KSEBിക്കാർക്ക് അതിൻ്റെ മൊഴിയെടുക്കാനൊക്കെ ഉണ്ടായിരുന്നായിരിക്കാം. എന്താണേലും അവരോട് എടുത്തു തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. ഒരു 5-6 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് അവർ വന്നത് എടുത്തു തന്നു. ഇത്രയും വ്യക്തമായിട്ട് എല്ലാവരും ഈ സംഭവം കണ്ടിട്ടും വാർത്ത വന്നപ്പോൾ ഇരുമ്പ് തോട്ടിയുമായി ചക്കയിട്ടു, അതിഥി തൊഴിലാളി രക്ഷകനായി എന്നാണ് പറഞ്ഞത്. ഒരു പക്ഷേ ആ ഒരു സഹനം കൂടെ ഞങ്ങൾക്ക് തരാനുണ്ടായിരുന്നായിരിക്കും. കേട്ട പലരും ഫോൺ വിളിച്ചിട്ട് ഞങ്ങളോട് ചോദിച്ചു, എന്താണ് ഈ ഇത് കൂട്ട് മണ്ടത്തരം കാണിക്കുന്ന മനുഷ്യരുണ്ടോ, ഇതുപോലെ ചെയ്യുമോ, നമുക്കല്ലേ അറിയുള്ളൂ. നമ്മളെ വിളിച്ചവരോട് നമ്മൾ പറഞ്ഞു ഇരുമ്പ് തോട്ടി അല്ലായിരുന്നു. അതുപോലെ മാധ്യമങ്ങളും ഇതുപോലെ പല വാർത്തകളും വളച്ചൊടിക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് പ്രശ്നമല്ല. ഞാൻ ഈ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ വാർത്ത വായിച്ച പലരും ഉണ്ടായിരിക്കാം. അപ്പം അവരോട് ഞാൻ പറയുകയാണ്, ഇരുമ്പ് തോട്ടി കൊണ്ടല്ല, ആരും ഇരുമ്പ് തോട്ടി കൊണ്ട് പോവുകയും ചെയ്യരുത്. ഇല്ലിത്തോട്ടി കൊണ്ട് പോയ ഞങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ ഇരുമ്പ് തോട്ടി കൊണ്ട് പോകുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. ഈ ഒരു അറിവ് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൃഷിയും ഇതുപോലെ തോട്ടിയും ഒക്കെ ആയിട്ട് നടക്കുന്ന എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. ഇത്രയും വലിയൊരു അറിവ് ആർക്കും ഇനി ഇതുപോലൊരു അപകടം ഉണ്ടാകാൻ ഇടയാകരുത് എന്ന് വിചാരിക്കുന്നു. ഇപ്പം ഹസ്ബൻഡിന് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ വീണ്ടും നല്ല ഹോസ്പിറ്റലിൽ, മുഴുത്ത ഹോസ്പിറ്റലിൽ പോയി എല്ലാ ചെക്കിങ്ങും നടത്തി, ECG, എക്കോ അങ്ങനത്തെ ടെസ്റ്റിങ്ങുള്ള ബ്ലഡ് ടെസ്റ്റ് എല്ലാം നടത്തി. ദൈവം സഹായിച്ചു, ജീവൻ കാത്തു തന്നു, പ്രശ്നമൊന്നുമില്ല. ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം കൊണ്ടാണ് ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ജീവിച്ചിരിക്കുന്നത്. അത് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. മനുഷ്യൻ്റെ ശക്തിയൊന്നുമല്ല. ആ ഒരു പയ്യൻ, ദൈവം ആ പയ്യനിലേക്ക് വന്ന ശക്തി കൊടുത്തുകൊണ്ട് മാത്രമാണ് ഇതുപോലൊരു അത്ഭുതകരമായ ഒരു കാര്യം നടന്നത്. അപ്പം ഇനി ഇങ്ങനെയൊരവസ്ഥ, അറിവ് ഇല്ലാതെ നമുക്ക് പറ്റിപ്പോകുന്നൊരവസ്ഥ ഒരു വീട്ടിലും ഉണ്ടാകാതിരിക്കട്ടെ. ഈ വീഡിയോ കാണുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട KSEBിയുടെ ഉദ്യോഗസ്ഥരാരെങ്കിലും ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ വിനീതമായ അപേക്ഷയാണ്. ഇതുപോലെ ഇത്രയും മാരകമായ ഒരു സാധനമാണ് ഇതിലൂടെ പ്രവഹിക്കുന്നത് എന്ന ജനങ്ങൾക്ക് കുറച്ചുകൂടെ ബോധവൽക്കരണം നൽകേണ്ടതാണ്. അതുപോലെ തന്നെ ഇരുമ്പ് തോട്ടി മാത്രമല്ല, ഇല്ലിത്തോട്ടിയും അതിനടുത്തൂടെ പോയാൽ അത് ആകർഷിക്കും, അതിന് ആകർഷണ വലയമുണ്ട് എന്ന് ഒരു സംഭവം നടക്കുമ്പോൾ വീട്ടിൽ ചെന്ന് നിങ്ങൾ വെളിപ്പെടുത്തിയാൽ മാത്രം പോരാ, എല്ലാവർക്കും ഈ അറിവ് ജനങ്ങളിലേക്ക് കൊടുക്കണം. അതുപോലെ തന്നെ മഴക്കാല ബോധവൽക്കരണത്തിൽ ഈ കാര്യവും കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തണം. നനവ് വരാൻ സാധ്യതയുള്ള ഒരു തണുപ്പുള്ള എന്ത് സാധനം ഇതിലേക്ക് ആകർഷിക്കുമെന്നുള്ള ഒരു അവബോധം ജനങ്ങൾക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഈ മാരകമായ ഈ സാധനം ഇതിലെ കൊണ്ടുപോകുമ്പോൾ അതിനൊരു കോട്ടിംഗ് ഇട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അത് ആ ഒരു ചിന്ത വിദൂരമാകരുത്. ഒത്തിരി ജീവനുകൾ അതിൽ നിന്ന് രക്ഷിക്കാൻ ഇടയാകും. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ആശയം കിട്ടി, ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഞങ്ങൾ അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് തിരിച്ചു വരുന്നതാണ്. ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ കൃഷിയൊക്കെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം മുളച്ചെല്ലാം പൊങ്ങി വരുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.